പരിചയപ്പെട്ടിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. എനിക്ക് അതിനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. പിന്നത്തെ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല്ലാർച്ചയിൽ മെയിൻ ആയിട്ടുള്ള സെല്ലാർച്ചയിലാണ് 1 hour എക്സ്കർഷൻ ഉണ്ട്. സെല്ലാർച്ചയിൽ ഗൈഡഡ് ടൂർ ആണ്. സെല്ലാർച്ചയിൽ ഗൈഡഡ് ടൂർ ആണ്. 1 hour ഉണ്ടാവും. ഫുള്ള് ചുറ്റി കാണാം. അതിനുശേഷം പോകുന്നത് ആന്ത്രോപോളജിക്കൽ മ്യൂസിയത്തിലാണ്. അതായത് ട്രൈബ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും. പറഞ്ഞില്ല നമുക്ക് പോയി ചുറ്റി കാണാൻ പറ്റും. ഫോട്ടോ അലൗഡല്ല, അതിനകത്ത് ഫോട്ടോ വീഡിയോസ് അലൗഡല്ല. പിന്നെ പോകുന്നത് അക്വേറിയം, ചെറിയൊരു അക്വേറിയം ഉണ്ട്. അതിനകത്ത് ഷെൽസും കാര്യങ്ങളൊക്കെ എല്ലാം കാണാം. അതാണ് ഇന്നത്തേത്. ലഗേജ് നമ്മൾ ഇവിടെ തന്നെ വെക്കുന്നത്. ലഗേജ് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് എത്തിക്കോളും. മീൻസ് നമ്മൾ റിട്ടേൺ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പൊ എല്ലാവരും എല്ലാ പാക്കേജും സെറ്റില്ലേ, കാര്യം സെറ്റില്ലേ. മീൻസ് നമ്മൾ ഹോട്ടലിലേക്ക് എത്തുന്നില്ല, ഹോട്ടലിലേക്ക് തിരിച്ചെത്തുന്നില്ല കേട്ടോ. ലഗേജ് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് എത്തും. അതുപോലെ തന്നെ ലഞ്ച് എയർപോർട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. എയർപോർട്ടിൽ 150 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. നോർമൽ എല്ലാ എയർപോർട്ടുകളെ പോലെയല്ല. ഇവിടുത്തെ എയർപോർട്ടിൽ റേറ്റ് വളരെ കുറവാണ്. 250 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിരിയാണി റൈസ് ഒക്കെ ഉണ്ട്. എയർപോർട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ പൂഞ്ഞാറുന്ന സ്ഥലത്തിനുള്ളതാണ്. ഞങ്ങളുടെ രണ്ടുപേരെ എന്റെ നാട്ടിൽ തന്നെയുള്ളവരുണ്ട്. ബാക്കി പിന്നെ ഒരു സജഷൻ ഉള്ളത്, അതിൽ ബുക്ക് ചെയ്യുമ്പോൾ 35 പേരുടെ ലിമിറ്റായിരുന്നു. എന്റെ ഇനി സീറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇത്ര ആളുകൾ പോയി. ഈ ആളുകളുടെ എണ്ണം കൊടുക്കുന്നത് നമുക്ക് പരസ്പരം അക്വൈറ്റ് ചെയ്യാനുള്ള സൗകര്യം കുറയ്ക്കും. അപ്പൊ എല്ലാവരും നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് അടുത്ത ഇവര് പോകുമ്പോൾ അത് ശ്രദ്ധിക്കണം. എന്റെ പേര് ജോയി. എന്റെ കൂട്ടത്തില് വൈഫ് ആൻസി മാത്യു ഉണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട് ഹരിസാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും പൂഞ്ഞാറിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണറായി 2019 റിട്ടയർ ചെയ്തു. വൈഫ് ഈ മാസം 31-ാം തീയതി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ സെക്കൻഡറി ആയി മലപ്പുറത്ത് നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ 2 പേരേ ഉള്ളൂ. കുട്ടികളുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാതെ വിചാരിച്ച് ഞങ്ങൾ ടൂറ് പോയേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ മാലിക്കിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഒട്ടും അക്ഷമനല്ല. അത് വരാൻ താമസിച്ചാലും ഒന്നൊരു ബഹളം ഉണ്ടാക്കാതെ വെയിറ്റ് ചെയ്ത് അത് ക്ഷമ കാണിച്ച് നിൽക്കുന്നുണ്ട്. അത് മാലിക്കിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ എല്ലാവരും വൈഫിന്റെ പേര് ഷെർലി എന്നാണ്. പ്രൊഫഷണൽ സർവീസിലാണ്. ഈ യാത്രയിൽ കുറെ നല്ല സുഹൃത്തുക്കളെ കിട്ടി എന്ന് തന്നെയാണ്. കുറേയേറെ നല്ല സുഹൃത്തുക്കളൊക്കെ കിട്ടി. വീണ്ടും എവിടെ വെച്ചെങ്കിലും ഒക്കെ കണ്ടുമുട്ടാം. ഈ യാത്രയെപ്പറ്റി പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, വളരെ ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ഐറ്റിനറി പ്രകാരം ഭംഗിയായി നടന്നു എന്നുള്ളതാണ്. എന്റെ ഭാര്യയുണ്ട്, റിട്ടയർഡ് നഴ്സസാണ്. ഞാൻ റിട്ടയർഡ് AU ആണ്. പിന്നെ എന്റെ മകളുണ്ട്, അവിടെ ഒരു നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറാണ്. മരുമകനുണ്ട്, അവൻ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജറാണ്. പിന്നെ 2 കുട്ടികളുണ്ട്. പിന്നെ ടൂറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ടൈറ്റ് സമയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിനകത്ത് പരമാവധി കമ്പനിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ മാലിക് പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയൊക്കെ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ടൂറൊക്കെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും നമ്മളെ ഇതിനെ നയിച്ച മാലിക്കിനും ഇതിന്റെ മറ്റ് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സുബിൻസ് ഹോളിഡേയ്സിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഇനിയും ടൂർ കമ്പനി നല്ല ഉയരത്തിലേക്ക് പോകട്ടെ. മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിരുന്നത് വളരെ കുറഞ്ഞ റേറ്റിൽ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഒരു നല്ല കമ്പനിയാണ്. അപ്പോൾ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അങ്ങനെയാണ് 2 പേരാണ് വന്നിരിക്കുന്നത്. സുബിൻസുമായിട്ട് ആദ്യത്തെ ട്രിപ്പാണ്. വളരെ നന്നായിട്ട് കണ്ടക്ട് ചെയ്തു. എനിക്ക് ഇത്രയും കൂട്ടുകാരെല്ലാം കിട്ടിയതിലുപരി എന്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള മിസ്റ്റർ മാലിക്കിനെ പരിചയപ്പെടാനും മാലിക് സുബിൻസിലെ ഇതാണെന്ന് അറിഞ്ഞാലും വളരെ സന്തോഷം. ഇനിയുള്ള ടൂറുകൾ മാലിക്കായിട്ട് കൺസൾട്ട് ചെയ്ത് പോകാനുള്ള സൗകര്യം ഉണ്ടെന്നിരിക്കുന്നു. പിന്നെ കാലാവസ്ഥയാണെങ്കിലും നമ്മളെ അധികം ചതിച്ചില്ല. എല്ലാ ദിവസവും മഴയുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ട്രിപ്പെല്ലാം ഭംഗിയായിട്ട് നടന്നു. ദൈവാനുഗ്രഹം.
ഇനിയും എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന സംശയമാണ് വരുന്നത്. ഞങ്ങളെ ഭർത്താക്കന്മാരാണ്. എനിക്ക് ടൂറിനെ കുറിച്ച് പറയാനുള്ളത് സൂപ്പറാണ്. ഇത് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. സൂപ്പറാണ്. നിങ്ങൾ സൂപ്പറാണ് കേട്ടോ. എന്തെങ്കിലും നമ്മൾ കഴിയുമെന്ന് പറയുമ്പോഴേക്കും അവർ ഓടി പോയി എടുത്തുകൊണ്ട് വരും ഇല്ലേ? ആദ്യം ഫുഡൊക്കെ നല്ലതായിരുന്നു. പൊതുവെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് കേട്ടോ. താങ്ക് യു. നമ്മൾ ആദ്യം നല്ല ടെൻഷനിലായിരുന്നു, എങ്ങനെ ഇരിക്കുന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഓക്കെ, എല്ലാവരും നല്ല സഹകരണമൊക്കെയാണ്. പിന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സായ ഷെരീഫും മാലിക്കായും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പൊ അവൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കെയർ ഒക്കെ വേണമെങ്കിൽ അതിനുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. ഫുഡും കാര്യങ്ങളും സ്റ്റേയും ഒക്കെ നന്നായിരുന്നു. പിന്നെ ചെറിയ ടൈമിൽ തന്നെ നമ്മൾ നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളും കണ്ടു. എല്ലാ സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. താങ്ക്സ്. എന്റെ ഒപ്പം അപ്പയുണ്ട്. അപ്പ ഒരു കോൺട്രാക്ടറാണ്. അമ്മ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. പിന്നെ സിബ്ലിങ്സ് നീവി സിവിൽ എഞ്ചിനീയറിംഗ് 3rd സെമസ്റ്റർ പഠിക്കണം. പിന്നെ നിയോണ് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കണം. അപ്പം ഈ 5 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ വളരെ നല്ലതായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് കോർഡിനേറ്റ് ചെയ്ത മാലിക്കാരനായാലും സ്റ്റുഡൻസ് ഹോളിഡേസിനും ഞങ്ങള് വളരെയധികം നന്ദി പറയാണ്. സ്റ്റേ ആണെങ്കിലും അടിപൊളിയായിരുന്നു. ലാഗ് ഒന്നും വരാതെ നല്ല കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ച് ഫുഡായാലും അടിപൊളിയായിരുന്നു. അപ്പൊ താങ്ക് യു ക്രൂ മെമ്പേഴ്സിനും മാലിക്കാരനും സ്റ്റുഡൻസ് ഹോളിഡേസിനും താങ്ക് യു. ഡിവിക്ക് പഠിക്കുവാണ്. ഞാനൊരു ബേക്കറിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റാണ് നടത്തുന്നത്. ആദിത്യ ബേക്കറി എന്ന സ്ഥാപനം. പിന്നെ ഞാൻ ആദിത്യ ബേക്കേഴ്സ് നമ്മുടെ 6-7 ജില്ലയ്ക്ക് സപ്ലൈ ആണ്. ബേക്കറി അല്ല, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. പിന്നെ ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാരും പറഞ്ഞ രീതിയിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. പക്ഷെ മാലിക്കിന് കുറ്റം പറഞ്ഞ കാര്യമില്ല. മാലിക്ക് അവർ പറഞ്ഞ രീതിയിൽ മാലിക്കിന് ഇതേ രീതിയിൽ തന്നെ ഞാൻ എന്റെ സ്ഥലത്ത് വരുന്നു. എന്റെ കൂടെ ആരാ വന്നിരിക്കുന്നത് അത് നേരത്തെ ഫസ്റ്റ് ചെയ്യണം. പോകുന്ന ഇറങ്ങുവാൻ അല്ലെ ഇനി ചെയ്യേണ്ടത് ആദ്യം. എന്റെ പേര് അജിത് സ്വദേശം കോട്ടയം പാമ്പാടിയിലാണ്. പ്രോപ്പർ വൈഫ് ജിമ്മു, മോനും അതും 4 പേരാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ വലിയ ഗ്രൂപ്പിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ്. സാധാരണ ഫാമിലി ചെറിയ ഗ്രൂപ്പുകളാണ്, അധികം ദൂരേക്കൊന്നും പോകാറില്ല. എങ്കിലും നമ്മുടെ ഈ ട്രിപ്പ് വളരെ എൻജോയ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചെറിയൊരു സജഷൻ ഉള്ളത്, കഴിഞ്ഞ അവസാന നിമിഷമാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു ഐസ് ബ്രേക്കിംഗ്, സാധാരണ ഇങ്ങനത്തെ പരിപാടി ഐസ് ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ മഞ്ഞുരുക്കുന്ന ഒരു പരിപാടി, പരസ്പരമുള്ള പരിചയക്കുറവ് ഒന്ന് മാറി എല്ലാവരും മിങ്കിളാകുന്ന ഒരു പരിപാടി. ശരിക്കും ആദ്യത്തെ ദിവസം ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്നും എല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെടാനും ഇടപെടാനും ഒരു സാഹചര്യം ഉണ്ടായാലും. ഇനി മാലിക്ക് ഇനിയുള്ള ട്രിപ്പുകളിൽ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. സെക്കൻഡ് ഡേയിൽ ഈ ഐസ് ബ്രേക്കിംഗ് നടത്തുകയാണ് നന്നായിരിക്കും. പിന്നെ ഈ ഒരു സാധനം Please share the feedback. Yeah, already done. ठीक है. ഫോട്ടോ